നമസ്കാരം. നമ്മുടെ ചുറ്റിലും ഉള്ളിലും ദൈവിക ശക്തികൾ വസിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ദൈവികാംശമാകുന്നു. ആയതിനാൽ തന്നെ ആത്മാവിന് ജനനവും മരണവുമില്ല എന്ന് തന്നെ പറയുന്നു. കൂടാതെ ദൈവം നീ തന്നെയാകുന്നു എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ നമ്മളിലുള്ള ദൈവികത അഥവാ സദ്ഗുണങ്ങൾ വളർത്തുന്നതിനും വളരെ ഉത്തമം തന്നെയാകുന്നു. ആയത് പ്രകാരം ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാം ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണുന്നു. ഈ ലക്ഷണങ്ങൾ നമുക്ക് വളരെ വിചിത്രമായി തോന്നുന്നതുമാണ്. എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾക്ക് പിന്നിലും അർത്ഥങ്ങളുണ്ട്. ഇത്തരം ലക്ഷണങ്ങളെ ചില ദൈവിക ശക്തികൾ നമ്മളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളായും അതല്ല എങ്കിൽ നമ്മുടെ ദൈവിക ഊർജം ചില പ്രത്യേക ഇഷ്ടദേവതകളുടെ ഊർജമായി മാറുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദൈവിക ശക്തികൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ആളാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റായിട്ട് രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി ദൈവിക ശക്തികൾ നമ്മളിൽ ഉണരുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് ഇനി പരാമർശിക്കാം. ഇതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് കോട്ടുവായാണ്. ചില വ്യക്തികൾക്ക് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും കൂടാതെ നാമങ്ങൾ ജപിക്കുമ്പോഴും വലിയ രീതിയിൽ കോട്ടുവ വരുന്നതായി കാണപ്പെടാറുണ്ട്. ചില വ്യക്തികൾക്ക് വളരെ അപൂർവമായി ചില പ്രത്യേക ദേവതകളെ, അതായത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും തുടരെ കോട്ടുവ വരുന്നതാണ്. കൂടാതെ കണ്ണുകൾ തുറക്കുവാൻ വളരെയധികം പ്രയാസം തോന്നുകയും കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നതായി തോന്നുകയും ചെയ്യുന്നു. കൂടാതെ കണ്ണുനീർ ഇതിനാൽ തന്നെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇത്തരമൊരു ലക്ഷണം നമ്മുടെ ഇഷ്ടദേവതയുടെയോ അതല്ല എങ്കിൽ ഒരു പ്രത്യേക മൂർത്തിയുടെയോ ദൈവാംശം നമ്മളിൽ ഉണരുന്നതായോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായോ ഉള്ള ലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. കൂടാതെ മനസ്സിനും ശരീരത്തിനും ഭാരമില്ലാതെ തോന്നുന്ന ഒരു അവസ്ഥയും ഇത്തരത്തിൽ ദൈവിക ശക്തികൾ ഉണരുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ഒരു ലക്ഷണം കൊണ്ട് മാത്രം പൂർണ്ണമായും ദൈവിക ശക്തി നിങ്ങളിൽ പ്രവേശിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നതല്ല. ഇനി പരാമർശിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകൂ. അടുത്ത ലക്ഷണമായി പറയുന്നത് കാറ്റാണ്. നാം മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ ദേവതയെ ആരാധിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ നമുക്ക് ചുറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള കാറ്റ് അതല്ല എങ്കിൽ വായു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ദൈവിക ശക്തിയുടെ സാന്നിധ്യമായി കണക്കാക്കാവുന്നതാണ്. അത്തരത്തിലുള്ള വായു ചിലപ്പോൾ തണുത്തതോ അതല്ല എങ്കിൽ ചൂട് കൂടിയതോ ആയേക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് യാദൃശ്ചികമായി കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല. കൂടാതെ ഒരു പ്രത്യേക തരം സുഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നതും നമ്മളിൽ ഒരു പ്രത്യേക ദേവതയുടെ ദൈവാംശം ഉണരുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ആ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കൂടാതെ തണുത്തതോ ചൂടോ ഉള്ള കാറ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം ശരീരത്തിൽ ഉണ്ടാകുന്ന വിറയാണ്. ചില വ്യക്തികൾക്ക് പ്രത്യേക അവസരങ്ങളിൽ വിറയൽ അഥവാ വൈബ്രേഷൻ അനുഭവപ്പെടുന്നതാകുന്നു. ഇത്തരത്തിലുള്ള വൈബ്രേഷൻ അഥവാ വിറയൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ഒരു അവസരത്തിലായിരിക്കും. അതായത് ദേവതയ്ക്ക് മുന്നിൽ ദർശനം നടത്തുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ദേവതയുടെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുമ്പോഴോ ആയിരിക്കാം. എന്നാൽ ചില വ്യക്തികളിൽ ഇത്തരം ദേവതയുടെ മന്ത്രങ്ങൾ കേൾക്കുമ്പോഴും കൂടാതെ ദേവതയുടെ ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിറയൽ അനുഭവപ്പെടാറുള്ളതാണ്. ഇത്തരത്തിലുള്ള വൈബ്രേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത്ര സാധാരണമല്ല. ഇതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാകുന്നു. ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം സ്വപ്നമാകുന്നു. പല വ്യക്തികളിലും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ് പല ആളുകളും. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും എല്ലാവരും ഓർത്തു വെക്കണമെന്നില്ല. എന്നാൽ ചില സ്വപ്നങ്ങൾ നാം മറക്കാതെ എന്നും ഓർക്കുന്നതുമാണ്. ഇത്തരത്തിൽ ദേവതകളെ സ്വപ്നം കാണുന്നത് ഒരു സാധാരണ സ്വപ്നമായി കണക്കാക്കുവാൻ കഴിയുന്നതുമല്ല. ഇത് സാധാരണയായ സ്വപ്നമാകുന്നു.
ചില വ്യക്തികൾ ക്ഷേത്രങ്ങളിൽ ദേവതയെ ആരാധിക്കുന്നതായും പൂജിക്കുന്നതായും പരിചരിക്കുന്നതുമായും സ്വപ്നം കാണുന്നതാണ്. കൂടാതെ മറ്റു ചിലർ സ്വയം ദേവതയായി സ്വപ്നം കാണുന്നവരുമുണ്ട്. ചിലർ സ്വതവേ സ്വയം ദേവതയുടെ രൂപം എടുക്കുന്നതും തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നതും സഹായിക്കുന്നതും സ്വപ്നം കാണുന്നതും അസാധാരണമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നതും ഒരു വലിയ സൂചനയാകുന്നു. ഇത്തരത്തിൽ ഒരു സ്വപ്നം നാം കാണുന്നത് ഈ ദേവത നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതായോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ദൈവിക ശക്തി നമ്മളിൽ ഉണരുന്നതിൻ്റെയോ ലക്ഷണം തന്നെയാണ്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് സത്യമാകുന്നു എന്നതാണ്. മനുഷ്യരുടെ നാവിൽ സരസ്വതി കളിയാടുന്ന ചില അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യങ്ങൾ സത്യമായി തീരുന്നതാണ്. ഇത് അവർക്കും മറ്റുള്ളവർക്കും ചിലപ്പോൾ അത്ഭുതമായി തോന്നിയേക്കാം. എന്നാൽ ഒരു വ്യക്തിയെ കാണുന്നതിന് മുൻപായി തന്നെ നാം അവരെ കാണാൻ പോകുന്നു എന്നുള്ള കാര്യവും ആ വ്യക്തിയെ കണ്ട ശേഷം നടക്കുന്ന കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ദൈവിക ശക്തി നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ദൈവിക ശക്തി നമ്മളിൽ ഉണരുന്നതിൻ്റെയോ ദൈവിക പ്രഭാവം നമ്മളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയോ ഒരു ലക്ഷണം തന്നെയാണ്. ഇനി അടുത്ത ലക്ഷണമായി പരാമർശിക്കുന്നത് വരുത്തുപോക്കാണ്. നമ്മുടെ ഗ്രഹങ്ങളിൽ ചില അവസരങ്ങളിൽ ആരോ വന്നു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ചിലപ്പോൾ അവർ അദൃശ്യ രൂപികളാണ് എന്ന് തോന്നുന്നതുമാണ്. അത്തരത്തിൽ വരുത്തുപോക്കുണ്ട് എന്ന് അനുഭവപ്പെടുന്നത് വളരെ അസാധാരണമാണ്. അത്തരത്തിൽ ഒരു സൂചന ലഭിക്കുന്നത് നമ്മളിൽ ദൈവിക ശക്തി ഉണരുന്നു, അല്ലെങ്കിൽ ദൈവിക ഊർജം നമ്മളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇനി അടുത്തതായി പരാമർശിക്കുന്ന ലക്ഷണം ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവിക ശക്തി ഉള്ളപ്പോൾ നാം കാണുന്ന ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണിത്. ഒരു കാര്യം മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിക്കുന്നതും അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന കാര്യം നമ്മളുടെ മനസ്സിൽ തോന്നുന്നതും അതല്ല എങ്കിൽ ഇപ്പോൾ നടന്ന കാര്യം മുൻപ് എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നതും. അത്തരത്തിൽ ദൈവിക ശക്തി നമ്മളിൽ ഉണരുമ്പോൾ ദൈവിക പ്രഭാവം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴുമുള്ള ഒരു ലക്ഷണം തന്നെയാണ്. ഇനി അടുത്ത ലക്ഷണം സമയചക്രമാണ്. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശരീരം അറിയാതെ മുന്നോട്ടും പിറകോട്ടും ചലിക്കുന്നത് സാധാരണം തന്നെയാണ്. എന്നാൽ ചില അവസരങ്ങളിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരം സമയചക്ര ദിശയിലേക്ക്, അതായത് ക്ലോക്ക് വൈസിൽ ആടുന്നതാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നത്. വളരെ സാധാരണമാണ് ഇത്തരത്തിൽ ഒരു ലക്ഷണം കാണുന്നത്. ശരീരത്തിൽ ദൈവികാംശം ഉണരുന്നതിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയോ ഒക്കെ സൂചനയാണ്. കൂടാതെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇത്തരം വ്യക്തികളിൽ ആ മന്ത്രം പെട്ടെന്ന് നിലയ്ക്കുന്നതുമാണ്. ഇപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളിൽ ദൈവിക ശക്തി ഉണരുന്നു, അതല്ല എങ്കിൽ ഒരു ദൈവിക ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാകുന്നു. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.